ഏവർക്കും ഫ്യൂച്ചർ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മളിത് മൂന്നാമത്തെ ക്ലാസ്സാണ്. ആദ്യ ക്ലാസ്സിൽ കുട്ടികൾക്കായി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ കുട്ടികൾക്കായി നിലവിൽ വന്നിട്ടുള്ള പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ട്. ആ ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ദേശീയ ബാലാവകാശ നിയമം. ബാലാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ 2005 എന്താണ് ബാലാവകാശ നിയമം? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പാസ്സാക്കിയ ഒരു നിയമമാണ് ബാലാവകാശ നിയമം. ഓർത്തിരിക്കുക, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലേക്ക് വേണ്ടി പാസ്സാക്കിയ നിയമമാണ് ബാലാവകാശ നിയമം. അത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ഓർക്കുക. ബാലാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ഈ നിയമം നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2006 അപ്പോൾ ബാലാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ഈ നിയമം നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2006 നിയമം നിലവിൽ വന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. ആകാശ കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ NCPC ആണ്. ഓർത്തിരിക്കുക, NCPC നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 മാർച്ച് മാസം 5-ാം തീയതിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 പേരാണ്. ഒരു ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളുമാണ്. ഒരു ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളുമാണ് ഉള്ളത്. ഇതിൽ ഈ 6 അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണമെന്ന് പറയുന്നു. 2 പേർ വനിതകളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 6 പേരിൽ 2 വനിതകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഓർത്തിരിക്കുക, ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7 ഒരു ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളുമാണ്. ഈ 6 അംഗങ്ങളിൽ 2 വനിതകൾ എന്തായാലും ഉണ്ടാവണം, നിർബന്ധമായും ഉണ്ടാവണം എന്ന് പറയുന്നു. ഈ 7 അംഗങ്ങൾ കൂടാതെ ഒരു അംഗം കൂടെ ഉണ്ട്. അത് ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഇതിൽ അംഗമാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. എന്നാലും ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7. ഇനി ഈ അംഗങ്ങളെ, ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റാണ്. ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന കാര്യം ഓർക്കുക. അത് കഴിഞ്ഞ് പറയുന്നു, ഇതിൽ 7 അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, കാലാവധി ചോദിക്കുകയാണെങ്കിൽ ഈ അംഗങ്ങളുടെ കാലാവധി, ഇതിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടെന്ന് പറയുന്നു. ചെയർപേഴ്സൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ട്. ആ ചെയർപേഴ്സന്റെ കാലാവധി പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഒരു ചെയർപേഴ്സന്റെ കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. എന്നാൽ ബാക്കിയുള്ള ഈ 6 അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 3 വർഷം തന്നെയാണ്. എന്നാൽ പ്രായപരിധി പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ അംഗങ്ങൾ ഈ 6 പേർക്ക് കാലാവധി പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. എന്നാൽ ഇതിന്റെ ചെയർപേഴ്സണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് പറയുന്നത്. അവരുടെ കാലാവധി, ഭരണകാലാവധിയാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഓർക്കുക. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ചോദിച്ചാൽ, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, കേന്ദ്ര വനിതാ ശിശു വികസന കമ്മീഷൻ, ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്ന കാര്യം ഓർക്കുക. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് അല്ലെങ്കിൽ ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ആർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്.
ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അത് ശാന്ത സിൻഹയാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അത് ശാന്ത സിൻഹ. ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ശാന്ത സിൻഹ. എന്നാൽ നിലവിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ നിലവിലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രിയങ്ക കനുംഗോയാണ്. പ്രിയങ്ക കനുംഗോയാണ് നിലവിലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിലെ അധ്യക്ഷൻ എപ്പോഴും വേണമെങ്കിലും മാറാം. സോ അത് മാറുന്ന സമയങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കി അത് കണ്ടുപിടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാറുന്ന സമയം നമ്മൾ ഇതിൽ തന്നെ പറയുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ മാറിയ ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. എന്നാലും ഇതെപ്പോൾ വേണമെങ്കിലും മാറാം, അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. സോ ഓർത്തിരിക്കുക, ബാലാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005. ദേശീയ ബാലാവകാശ നിയമം നിലവിൽ വരുന്നത് 2006 ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2007 മാർച്ച് 5 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. കമ്മീഷൻ നിലവിൽ വരുന്നത് 2007 മാർച്ച് 5 ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7. അതിൽ ഒരു ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 6 അംഗങ്ങളിൽ 2 വനിതകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 7 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഇതിൽ അംഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും. കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്നാൽ ബാക്കിയുള്ള 6 അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ്. ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ്. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ശാന്ത സിൻഹയാണ്. നിലവിൽ ആരാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് ചോദിച്ചാൽ പ്രിയങ്ക കനുംഗോയാണ്. ഇപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഓർത്തിരിക്കുക, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ഇപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, 2013 ജൂൺ മാസം 3-ാം തീയതിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2013 ജൂൺ മാസം 3-ാം തീയതിയാണ്. 2013 ജൂൺ മാസം 3-ാം തീയതിയാണ് കേരള സംസ്ഥാനത്തിലെ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ് ആസ്ഥാനം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 7 പേരാണ്. അതിൽ ഒരു ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളുമായിരിക്കും ഉണ്ടാകുക. അതിൽ 2 വനിതകൾ വേണം എന്നും പറയുന്നുണ്ട്. കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി, ഈ 7 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഉണ്ടായിരിക്കും എന്നും ഓർത്തിരിക്കുക. മെമ്പർ സെക്രട്ടറി കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുക. ഇപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലും 7 അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ 7 അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതായാലും പിരിച്ചുവിടുന്നതായാലും അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. നിയമിക്കുന്നതായാലും പിരിച്ചുവിടുന്നതായാലും സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്. വികസന മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ വകുപ്പിന്റെ കീഴിലാണ് എന്ന് ഓർത്തിരിക്കുക. വകുപ്പിന്റെ അല്ലെങ്കിൽ മന്ത്രാലയത്തിന് കീഴിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണെന്ന് കാര്യം ഓർക്കുക. ഇനി ഈ അംഗങ്ങളെ നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ കാലാവധി ചെയർപേഴ്സൺ, ആ ചെയർപേഴ്സണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തന്നെയാണ്. ബാക്കിയുള്ള 6 അംഗങ്ങൾക്ക് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ്. സെയിം തന്നെയാണ്, ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ആൻസർ ഈസി ആയിട്ട്
എഴുതാൻ സാധിക്കും. അപ്പോൾ 2013 ജൂൺ 3-നാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആകെ 7 പേര് തന്നെയാണ്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ്. ഈ 6 അംഗങ്ങളിൽ 2 വനിതകൾ വേണമെന്ന് പറയുന്നു. ഈ 7 അംഗങ്ങൾ അല്ലാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഇതിൽ അംഗമായിട്ടുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ്. ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സന് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, എന്നാൽ അംഗങ്ങൾക്ക് 6 അംഗങ്ങൾക്ക് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സെന്നാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് എന്ന് ഓർക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിനാണ് എന്ന് ഓർക്കുക. വാർഷിക റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനാണെന്ന് ഓർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ നീലാ ഗംഗാധരൻ. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അത് നീലാ ഗംഗാധരനാണ്. നിലവിൽ ഗംഗാധരൻ ആദ്യത്തെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ് നീലാ ഗംഗാധരൻ. എന്നാൽ നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ കെ വി മനോജ് കുമാറാണ്. ആരാണ്? കെ വി മനോജ് കുമാർ. ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അത് കെ വി മനോജ് കുമാറാണ്. ഇതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ 3-ന് കേരളത്തിൽ നിലവിൽ വരുന്നുണ്ട്. ആസ്ഥാനം തിരുവനന്തപുരം. 7 അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും. 6 അംഗങ്ങളിൽ 2 വനിതകൾ ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ്. ഇനി ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെയർപേഴ്സന് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, അതിൽ ബാക്കി 6 അംഗങ്ങൾക്ക് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെയാണ്. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ നീലാ ഗംഗാധരനാണ്. നിലവിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണാണ് കെ വി മനോജ് കുമാർ എന്ന് ഓർക്കുക. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിളിക്കുന്നതിനുള്ള നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക 1098 ആണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിളിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ ഏതെന്ന് ചോദിച്ചാൽ 1098 ആണ്. കുട്ടികളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദേശീയ തലത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ പേര് കൈലാഷ് സത്യാർത്ഥി. ഓർത്തിരിക്കുക, കൈലാഷ് സത്യാർത്ഥിയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹം കുട്ടികൾക്കായിട്ട് ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേരുകൂടി ഓർത്തിരിക്കുക, ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓർത്തിരിക്കുക, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരാണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ കൈലാഷ് സത്യാർത്ഥിയാണ്. നമ്മുടെ ദേശീയ തലത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഈ കൈലാഷ് സത്യാർത്ഥിയെ കുറിച്ച് ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ നമ്മൾ ഓർത്തിരിക്കുക. PSC ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. 2014 മലാല യൂസഫ് സായിക്കൊപ്പം നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പങ്കിട്ട ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൈലാഷ് സത്യാർത്ഥി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. 2014 മലാല യൂസഫ് സായിക്കൊപ്പം നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പങ്കിട്ട വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഓർത്തിരിക്കുക. അതായത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത വസ്തുക്കൾക്ക്, അതായത് ഏതെങ്കിലും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു സാധനങ്ങളും അത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത സാധനങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നൽകുന്ന ഒരു മുദ്രയുണ്ട്. ആ മുദ്രയ്ക്ക് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് റഗ്മാർക്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്തതാണ് എങ്കിൽ, ആ സാധനങ്ങൾ കുട്ടികളെ കൊണ്ടല്ല നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരു മുദ്ര നൽകുന്നുണ്ട്. ആ മുദ്ര ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഗ്മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. റഗ്മാർക്ക്. ഓർത്തിരിക്കുക, റഗ്മാർക്ക് എന്നാണ്.
ഓർത്തിരിക്കുക. കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കാത്ത, അതായത് പണിയെടുപ്പിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതെന്ത് തന്നെ ആയാലും അതിനൊരു മുദ്ര നൽകുന്നുണ്ട്. കുട്ടികൾ ഇതിൽ പണിയെടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്ര കാണിക്കുന്നുണ്ട്. ആ മുദ്രയ്ക്ക് പറയുന്ന പേരാണ് റഗ് മാർക്ക്. റഗ് മാർക്ക് ഇന്ന് അത് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഗുഡ് വീവ് എന്നറിയപ്പെടുന്നു. ഇന്ന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗുഡ് വീവ്. ഓർത്തിരിക്കുക, ഇന്നറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഇന്ന് ആ മുദ്ര അറിയപ്പെടുന്നത് ഗുഡ് വീവ്. ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിളിക്കേണ്ടത് 1098 ഈ കുട്ടികളുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. 2014 മലാല യൂസുഫ്സായി ഒപ്പം സമാധാനത്തിന് നോബൽ പ്രൈസ് പങ്കിട്ടു. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മുദ്രയുണ്ട്, അതാണ് റഗ് മാർക്ക്. അത് പഴയ പേരാണ്. ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഗുഡ് വീവ്. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ഗുഡ് വീവ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലാഹ. ആ പദ്ധതി ഓർത്തിരിക്കുക. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി കേരള പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ഒരു പദ്ധതി, അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലാഹ. മറക്കരുത്, മാലാഹ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി കേരള പോലീസ് നിലവിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് മാലാഹ. ഇനി ചോദിക്കാം, ഓപ്പറേഷൻ പി ഹണ്ട് എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് ഓർത്തിരിക്കുക. കുട്ടികളുടെ ലൈംഗിക ചിത്രങ്ങൾ കാണുന്നതും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നിലവിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പി ഹണ്ട്. അതും കേരള പോലീസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ കുട്ടികളുടെ ലൈംഗിക ചിത്രങ്ങൾ കാണുന്നവരെയും അത് ഷെയർ ചെയ്യുന്നവരും അത് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുന്നവരെയും കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടി, അത് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി കേരള പോലീസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏകദേശം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഒരു പോക്സോ ആക്ട് കൂടെയാണ്. പോക്സോ നിയമം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് 2 വീഡിയോസ് ഉണ്ട്. അത് കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോസ് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോക്സോ നിയമം കൂടെ തീർക്കുമ്പോഴേക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തീർക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മാർക്ക് പോകത്തില്ല. അപ്പോൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.